Marketplace is changing. Companies and brands want to survive in this book and mail. What is book and mail? That is V for volatility, U for uncertainty, C for complexity, and F for ambiguity. നമുക്കറിയാം എൻവയോൺമെന്റ് എപ്പോഴും ഡൈനമിക് ആണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം എൻവയോൺമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത്രയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അത്രയും ഹൈലി വൊളാറ്റൈൽ ആയിട്ടുള്ള, അൺസർട്ടൺ ആയിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റാണ് ഇന്ന് ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാം ചേഞ്ച് ഈസ് ദ ഓൺലി പെർമനന്റ് തിങ് ഇൻ ദ വേൾഡ്. അപ്പോൾ ചേഞ്ച് ആവുന്നത്, എൻവയോൺമെന്റ് ഹൈലി ചേഞ്ച് ആവുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് കമ്പനീസ് നീഡ് ടു ബി വണ്ടർഫുൾ മാർക്കറ്റേഴ്സ്. Unfortunately, they still practice very traditional, outdated, and ineffective methods and strategies to connect with the customers. And here is the relevance of Marketing 3.2. This term is introduced by world-leading market guru Philip Kotler in his book From Products to Customer to the Human Spirit. Here, Marketing 3.0 is a holistic term. That is, it focuses on the consumer's mind, soul, emotions, and body. അതായത് ഇതിൻ്റെ ഐഡിയ ഹൗ കൺസ്യൂമേഴ്സ് ഫീൽ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ബ്രാൻഡ് എന്നാണ്, നോട്ട് നെസസറിലി വാട്ട് കൺസ്യൂമേഴ്സ് നീഡ്. അതായത് ആദ്യം കൺസ്യൂമേഴ്സിൻ്റെ നീഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതിൽ നമ്മൾ ആ കൺസ്യൂമേഴ്സ് എങ്ങനെയാണ് ആ ബ്രാൻഡ് ഫീൽ ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് മാർക്കറ്റിംഗ് 3.0 മീൻസ് ദ കൺസ്യൂമേഴ്സ് ഇമോഷണൽ നീഡ്സ്. ദാറ്റ് ഈസ് ഇറ്റ് ഫോക്കസസ് ഓൺ ദ പീപ്പിൾ എന്ന് പറയാം. ഈ മാർക്കറ്റിംഗ് 3.0 നോക്കുന്നതിന് മുന്നേ what is the difference between marketing 1.2, marketing 2.2 and marketing 3.2? അതൊന്നും നമുക്ക് നോക്കാം. What is marketing 1.2? അത് ഒരു ട്രഡീഷണൽ മെത്തേഡാണ്, പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റ് ഡ്രിവൻ സ്ട്രാറ്റജി, സെല്ലിംഗ് ടു ദ മാസസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അത് യൂസ് ചെയ്തിരുന്നത്. അതായത് പ്രയോറിറ്റി കമ്പനീസിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു. അതായത് കമ്പനീസ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് കൺസ്യൂമേഴ്സിന് ലഭിക്കും. അല്ലാതെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് പഠിക്കുന്ന യാതൊരു ആ ഒരു ഇമ്പോർട്ടൻസും കൺസ്യൂമേഴ്സിന് ഇമ്പോർട്ടൻസും അവിടെ കൊടുത്തിരുന്നില്ല. ഇംപ്രൊവൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് 1.2 ഈസ് മാർക്കറ്റിംഗ് 2.0. അവിടെ നമുക്ക് ഇൻഫോർമേഷൻ ഏജ് ആണ് കാണാൻ പറ്റും. അതായത് കോർ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ടെക്നോളജിയാണ്. അവിടെയാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അല്ലെങ്കിൽ അവരുടെ യുണീക്ക് നീഡ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് അവർക്ക് ഓഫർ ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ ആ കൺസ്യൂമേഴ്സ് തന്നെ വെൽ ഇൻഫോംഡ് ആണ്. ദേ കെൻ ഈസിലി കമ്പയർസ് അവർ ഒരു സിമിലർ പ്രൊഡക്റ്റ് ഓഫറിങ്. അതായത് കൺസ്യൂമർ ഡ്രിവൻ സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുക. പിന്നെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റ് മാർക്കറ്റിങ്ങിനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടാർഗറ്റ് മാർക്കറ്റിലാണ് ഒരു പ്രൊഡക്റ്റ് ഓഫർ ചെയ്തിരുന്നത്. Then again, the improvisation of marketing 2.0 is the marketing 3.2. അവിടെ ഹ്യൂമൻ സെൻട്രിക് ആണ്. അതായത് അവിടെയാണ് ഹ്യൂമൻ ഫോക്കസ് ചെയ്തത്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് കൺസ്യൂമർ, ഇൻസ്റ്റെഡ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റ്, ഫോക്കസസ് ഗോയിങ് ടു ഹ്യൂമൻ. അതായത് അറ്റംപ്റ്റ്സ് ടു ടച്ച് ദ ഹ്യൂമൻ സോൾ എന്ന് പറയും. ഇവിടെ ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഫ്രം കൺസ്യൂമേഴ്സ് ടു ഹ്യൂമൻ. അതായത് നമ്മുടെ ആ ബുക്കിൻ്റെ ടൈറ്റിൽ തന്നെ പ്രൊഡക്ട്സ് ടു കൺസ്യൂമേഴ്സ് ടു ദ ഹ്യൂമൻ സ്പിരിറ്റ് എന്നല്ലേ. അതായത് we need to stop look at the people purely as consumers. അതായത് കൺസ്യൂമേഴ്സിന് ഒരു സോഴ്സ് ഓഫ് റവന്യൂ മാത്രമായി കാണാതെ സ്റ്റാർട്ട് ലുക്കിംഗ് അറ്റ് ദം ആസ് ഹ്യൂമൻസ്. അതായത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, എക്സ്പ്രസീവ് ആയിട്ടുള്ള, ആൻഷ്യസ് ആയിട്ടുള്ള മനുഷ്യനായി കാണാനാണ് ഈ കോൺസെപ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ മാർക്കറ്റിംഗ് 3.0 ഈസ് എ മിക്സ് ഓഫ് കൾച്ചറൽ മാർക്കറ്റിംഗ്, ഇമോഷണൽ ഓർ സ്പിരിച്വൽ മാർക്കറ്റിംഗ് ആൻഡ് കൊളാബറേറ്റീവ് മാർക്കറ്റിംഗ്. ഈ മൂന്ന് മാർക്കറ്റും എന്താണെന്നുള്ളത്, ഈ മൂന്ന് മാർക്കറ്റിംഗും എന്താണെന്നുള്ളത് ഞാൻ വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, കൾച്ചറൽ മാർക്കറ്റിംഗ്. Marketers pay attention to what's going in the culture. That is, they have to recognize the differences in culture. അതായത് അവിടെ കൾച്ചറൽ ഷിഫ്റ്റ് നടക്കുന്നുണ്ടോ, അതുപോലെ അവിടുത്തെ റിലീജിയസ് ബിലീഫ് എന്താണ്, അവരുടെ കസ്റ്റം എന്താണ്, അവരുടെ സോഷ്യൽ നോം എന്താണ്, ഇതെല്ലാം ഒരു കമ്പനി അറിയണം കൾച്ചറൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ. അതായത് ഡിഫറെൻറ്റ് വേൾഡ് വ്യൂസ് ആയിരിക്കും. വി ഹാവ് ടു സ്റ്റഡി ദ കൾച്ചർ, ഒബ്സർവ് ദ കറണ്ട് ഈവൻറ്റ്സ് ആൻഡ് പേ അറ്റൻഷൻ ടു ദ സോഷ്യൽ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ സോഷ്യൽ നോം എന്ന് പറഞ്ഞൊരു ടേം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പല വേരിയബിൾസ് ഉണ്ട്. ദാറ്റ് ഈസ് ദെയർ മൊറാലിറ്റി, ദെയർ എഡ്യൂക്കേഷണൽ സിസ്റ്റം, ദെയർ പൊളിറ്റിക്കൽ വ്യൂസ്, ദെയർ ഫാമിലി ഡൈനാമിക്സ്, ദെയർ റിലീജിയസ് ബിലീഫ്സ്, ഇതെല്ലാം വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ US ഒരു പർച്ചേസ് ഡിസിഷൻ എടുക്കുന്ന ഒരാൾ, ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ പേഴ്സണൽ ബിലീഫ്. ദിസ് ഈസ് ബിക്കോസ് ഇൻഡിവിജ്വലിസം ഈസ് ഡീപ്ലി റൂട്ടഡ് സോഷ്യൽ വാല്യൂ ഇൻ ദിസ് റീജിയൻ. അതേസമയം ജപ്പാനിൽ ഒരാൾ ഒരു പർച്ചേസ് ഡിസിഷൻ എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബെനിഫിറ്റ് ദെയർ എൻറ്റയർ ഫാമിലി. Because citizen value the well-being of group over well-being of individuals. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ ഓരോ വേരിയബിളും എത്ര ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം കമ്പനീസ് അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എല്ലാം യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ റീച്ച് ചെയ്യേണ്ടത് പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിനാണ്. അതായത് ഈ കൾച്ചറൽ മാർക്കറ്റിംഗ് എപ്പോഴും ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഫിനോമിനായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അതായത് പ്രൊഡ്യൂസിങ് universal product to the market, but care must be taken that product does not conflict with different cultures that followed in different nations. Next is spiritual marketing or emotional marketing.
That means the ability to convey your aesthetic beliefs around a service or product. That is, ഒരു ബിസിനസ് എപ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് ബിസിനസ് സീക്സ് ടു ഡിഫറൻഷിയേറ്റ് ഇൻ എ ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. അതിന് വേണ്ടി എന്താണ് അവർ ചെയ്യേണ്ടത്? യു നീഡ് ടു അലൈൻ കമ്പനീസ് വാല്യൂസ് ആൻഡ് ബ്രാൻഡിങ് വിത്ത് ദ സ്പിരിച്വൽ ബിലീവ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് നിങ്ങളുടെ എസെൻസ് എന്താകും, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ എസെൻസ് എന്താണോ, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ കോർ വാല്യൂസ് എന്താണോ, നിങ്ങളുടെ ബ്രാൻഡിൻ്റെ എത്തിക്സ് എന്താണോ, ദാറ്റ് യു നീഡ് ടു share in your marketing. That is your version of spirituality to your marketing. Realizing your connection to divinity. അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് ബിസിനസ്സിൽ അങ്ങനെ വരുമ്പോഴാണ് ബിസിനസ്സിൽ പെട്ടെന്നൊരു കണക്ട് ചെയ്യാൻ പറ്റും ഓഡിയൻസ് ആയിട്ട്. ദാറ്റ് ബിസിനസ് ക്യാൻ ക്രിയേറ്റ് എ ഡീപ്പർ ഇമോഷണൽ കണക്ഷൻസ് വിത്ത് ദ ഓഡിയൻസ്. അതായത് ആ ടാർഗറ്റ് മാർക്കറ്റിൻ്റെ, ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ ഇമോഷണൽ ആസ്പെക്റ്റിനെ ടച്ച് ചെയ്യാനാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്, എന്നിട്ട് പേഴ്സ്യൂ ചെയ്യുക. എക്സാമ്പിൾ പറയാൻ പതഞ്ജലി പ്രൊഡക്ട്സിൽ അവർ യൂസ് ചെയ്യുന്ന ടാഗ് ശ്രദ്ധിച്ചിട്ടില്ല, അത് പ്രകൃതി കാ ആശീർവാദ്. ആൻഡ് ഈസ് ദ കമ്പനീസ് ട്രൈ ടു കണക്ട് വിത്ത് ഇമോഷൻ. ഇറ്റ്സ് എ തേർഡ് വൺ, കൊളാബറേറ്റീവ് മാർക്കറ്റിംഗ്. അതെന്താണ്? ഒരു സിമിലർ മൈൻഡഡ് ഓർഗനൈസേഷൻസ് കം ടുഗദർ ടു ക്രിയേറ്റ് എ ക്യാമ്പയിൻ ഓർ പ്രൊഡക്ട്സ്. ഒരുപോലെയുള്ള കമ്പനീസ് തമ്മിൽ ജോയിൻ ചെയ്ത് മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ ഊബർ ആൻഡ് സ്പോട്ടിഫൈ അതൊക്കെ എക്സാമ്പിളായിട്ട്. ഈ ഒരു 3 കൺസെപ്റ്റ്, ഈ ഒരു 3 മാർക്കറ്റിങ്ങിൻ്റെ കൂടിയൊരു മിക്സാണ് നമുക്ക് മാർക്കറ്റിംഗ് 3.0 എന്ന് പറയുന്നത്. Hope this information useful to you. Thanks for watching.